ഡോക്ടർ വന്ദനെ കുത്തിക്കൊലപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ 3 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അതീവ മാരകമായി പരിക്കേൽപ്പിക്കുകയും ആംബുലൻസ് ഡ്രൈവർ 2 സിവിലിയൻസ് ധാരാളം പേരെ ആക്രമിക്കുകയും ചെയ്തൊരു വലിയ സംഭവം. ആ കേസിനകത്ത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഡോക്ടർമാർ സാക്ഷിയാക്കപ്പെട്ട ഒരു സംഭവമായിരുന്നു. 71 സാക്ഷികളെ ആ കേസിനകത്ത് വിസ്തരിക്കപ്പെട്ട് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി അവസാന പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ സംഭവമുള്ള കേസായിരുന്നു. കേരളത്തിലെ മനസാക്ഷിയെ മൊത്തം ഞെട്ടിച്ചൊരു കൊലപാതകം തന്നെയായിരുന്നു ഡോക്ടർ വന്ദനദാസ്. പക്ഷെ അതിനകത്ത് നമ്മൾ ഫേസ് ചെയ്തൊരു വലിയ പ്രശ്നം, എന്തുകൊണ്ട് ഇപ്രകാരം ഒരു കുറ്റകൃത്യം പ്രതി ചെയ്തു. അതുപോലെ വന്ദന കേസ് പോലെ തന്നെ ഏറ്റവും പ്രമാദമായ മറ്റൊരു കേസായിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസന്റെ കേസ്. അത് ശരിക്കും എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ അല്ലേ, സൗത്ത് ഇന്ത്യയിൽ ഇത്തരത്തിലൊരു വിധി ആദ്യമായിട്ടാണ് വരുന്നത്. അതിൽ 15 പ്രതികൾക്കും ഡെത്ത് എന്നുള്ളൊരു രീതിയിൽ. അതിൻ്റെ പിന്നിൽ എന്തായിരുന്നു ആ ഒരു കേസിൻ്റെ? രഞ്ജിത്ത് ശ്രീനിവാസ് മർഡർ കേസ്, ഡോക്ടർ വന്ദനാദാസ് കേസിനകത്ത് കൊല ചെയ്യപ്പെട്ടത് ഒരു പ്രൊഫഷണൽ ഡോക്ടറാണെങ്കിൽ രഞ്ജിത്ത് ശ്രീനിവാസ് കേസിനകത്ത് കൊല ചെയ്യപ്പെട്ടത് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റാണ്. സിംഗിൾ മർഡറിന് 15 പേർക്ക് വധശിക്ഷ ലഭിച്ച അപൂർവമായ കേസ് തന്നെയായിരുന്നു അത്. അയാളെ ഒരു രാവിലെ അയാളുടെ വീട്ടിൽ അയാൾക്ക് അറിയപോലും ചെയ്യാത്ത ഒരു കൂട്ടം ആളുകൾ അയാളുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കടന്നു കയറുന്നു. സ്വന്തം തീൻമുറിയിലേക്ക് വരുമ്പോൾ, പിൻവശക്കരികിലേക്ക് വരുമ്പോൾ അവിടെ വെച്ച് അയാളെ കൂടം കൊണ്ട് തലക്കടിച്ച് അയാളെ കണ്ണ് തെറിച്ചു പോകുന്ന തരത്തിൽ, കൂടം കൊണ്ടുള്ള ആദ്യത്തെ അടിക്ക് ഒരു വ്യക്തിയുടെ കണ്ണ് തെറിച്ചു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അത്ര ഭീകരമായിട്ടുള്ള ആക്രമണമാണ് അയാൾക്കെതിരെ ഉണ്ടായത്. എന്നാൽ അയാളുടെ മകൾ 7 വയസ്സുകാരി, അയാളുടെ അമ്മ 75 വയസ്സുള്ള ഒരമ്മ, അയാളുടെ ഭാര്യ, ഇവരുടെ മുമ്പിൽ വെച്ചിട്ട് അയാളെ അതിക്രൂരമായ രീതിയിൽ വാളുകൾ കൊണ്ടും അതുപോലത്തെ മാരകമായിട്ടുള്ള ആയുധങ്ങൾ കൊണ്ട് വീണ്ടും 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 വെട്ടിക്കൊലപ്പെടുത്തുകയാണ്. ഹലോ നമസ്കാരം, ഗ്ലോബൽ വില്ലേജിൽ ഇറ്റ്സ് മീ അജയ് വരുൺ. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കേരളത്തിലെ വൺ ഓഫ് ദ ലീഡിങ് അഡ്വക്കേറ്റായ അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കലാണ്. സർ വെൽക്കം. ഓക്കെ, അപ്പോൾ ഒരുപാട് കേസുകൾ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ വാദിച്ചു. ഭയങ്കരമായിട്ടുള്ള വിധിയായിരുന്നു. ആ വാർത്തകളെല്ലാം നമ്മൾ രഞ്ജിത്ത് ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള കേസുകൾ, ഈ വാർത്തകളെല്ലാം നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതലും ശ്രദ്ധ കിട്ടിയൊരു കേസായിരുന്നു നമ്മുടെ വന്ദന. എന്തായിരുന്നു അതിൻ്റെ ഒരു കേസിൻ്റെ രീതിയും കാര്യങ്ങളും ഒക്കെ? ഡോക്ടർ വന്ദനദാസ് കേസ് കേരളത്തിലെ ആതുരാലയത്തിൽ തന്നെ താൻ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഒരു പേഷ്യൻറ്റിനാൽ ഒരു ഡോക്ടർ കൊല ചെയ്യപ്പെട്ട ആദ്യത്തെ സംഭവമായിരുന്നു. ആ കേസിനകത്ത് കൊട്ടാരക്കര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ രാത്രിയിൽ ഡ്യൂട്ടി നോക്കി വരുന്ന സമയത്ത് കാഷ്വാലിറ്റിയിൽ പൂയപ്പള്ളി പോലീസ് എത്തിച്ച ഒരു പ്രതി എന്ന് അയാളെ ആ സമയത്ത് പറയാൻ ഒക്കുകയില്ല, പൂയപ്പള്ളി പോലീസ് എത്തിച്ച ഒരാൾ, സന്ദീപ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ആ ഹോസ്പിറ്റലിൽ വെച്ച് വളരെ അക്രമാസക്തനാവുകയും ഡോക്ടർ വന്ദനെ കുത്തിക്കൊലപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ 3 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അതീവ മാരകമായി പരിക്കേൽപ്പിക്കുകയും ആംബുലൻസ് ഡ്രൈവർ 2 സിവിലിയൻസ് ധാരാളം പേരെ ആക്രമിക്കുകയും ചെയ്തൊരു വലിയ സംഭവമായിരുന്നു. ആ കേസിനകത്ത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഡോക്ടർമാർ സാക്ഷിയാക്കപ്പെട്ട ഒരു സംഭവമായിരുന്നു. നല്ല രീതിയിൽ ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ അന്വേഷണ സംഘം ഒരു അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ച 90 ദിവസത്തിനുള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിച്ച കേസായിരുന്നു. 71 സാക്ഷികളെ ആ കേസിനകത്ത് വിസ്തരിക്കപ്പെട്ട് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി അവസാന പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയൊരു സംഭവമുള്ള കേസായിരുന്നത്. അപ്പോൾ ആ കേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രതി, വളരെ ബുദ്ധിമാനായ ഒരു പ്രതി, ഈ മാനസിക രോഗ ഗ്രന്ഥങ്ങൾ പഠിച്ചതിന് ശേഷം തന്നെ ചികിത്സിക്കാനെത്തിയ, അതായത് തന്നെ വിശകലനം ചെയ്യാനെത്തിയ മാനസിക രോഗ വിദഗ്ധന്മാരെ എങ്ങനെ കബളിപ്പിക്കാൻ സാധിക്കുമെന്ന് പരീക്ഷിച്ചൊരു കേസ് കൂടിയായിരുന്നു. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ഞങ്ങളെല്ലാം നിയമപുസ്തകങ്ങൾ പഠിച്ചിട്ട് അല്ലെങ്കിൽ നിയമപുസ്തകങ്ങൾ വായിച്ച, അഭിഭാഷകൻ എന്ന് പറയുമ്പോൾ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അയാളുടെ ജീവിതകാലം മുഴുവൻ അയാളൊരു സ്റ്റുഡൻറ്റ് തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ സാധാരണ ഓരോ കേസ് നടത്തുന്ന സമയത്തും ആ കേസിനെ കുറിച്ച് പഠിക്കാറുണ്ട്, നിയമവശങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്, പഠിക്കാറുണ്ട്. പക്ഷെ ഇവിടെ അതേ സമയത്ത് തന്നെ നിയമപുസ്തകങ്ങളോടൊപ്പം തന്നെ വൈദ്യശാസ്ത്ര പുസ്തകങ്ങൾ കൂടി പഠിക്കേണ്ടി വന്നൊരു കേസായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ശിക്ഷാ നിയമത്തിലെ 84-ാം വകുപ്പ് പ്രകാരം ഒരാൾക്ക്, മാനസിക രോഗിയായ ഒരാൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിക്കും നിയമത്തിൻ്റെ പരിരക്ഷയുണ്ട്. അപ്പോൾ ഒരു കുറ്റകൃത്യം നടത്തുന്ന സമയത്ത് അയാൾ മാനസിക രോഗിയാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അയാൾക്ക് നിയമത്തിനകത്ത് ശിക്ഷ ലഭിക്കുകയില്ല. പക്ഷെ അതേ സമയത്ത് തന്നെ ഒരു ബുദ്ധിമാനായ പ്രതിയാണെങ്കിൽ അയാൾ സ്വാഭാവികമായും ഒരു കുറ്റകൃത്യം ചെയ്തതിന് ശേഷം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി താൻ ഒരു മാനസിക രോഗിയാണ് എന്നുള്ള തരത്തിൽ അഭിനയിക്കുവാനും സാധിക്കും. അത് നിയമത്തിൻ്റെ ഒരു പഴുത് തന്നെയാണ്.
ഇവിടെയും യഥാർത്ഥത്തിൽ അതാണ് സംഭവിച്ചത് എന്ന് സംശയിക്കേണ്ടുന്ന ഒരു സാഹചര്യമായിരുന്നു ഡോക്ടർ വന്ദനാസ് കേസിനകത്ത്. ഇത് സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ മനസാക്ഷ്യം മൊത്തം ഞെട്ടിച്ചൊരു കൊലപാതകം തന്നെയായിരുന്നു ഡോക്ടർ വന്ദനദാസ്. അതുകൊണ്ട് തന്നെ കേരള പോലീസിലെ ഏറ്റവും മിടുക്കന്മാരായ ഒരു പോലീസ് സംഘമാണ് ആ കേസ് അന്വേഷണം ആരംഭിച്ചത്. ആ കേസ് അന്വേഷണത്തിന് ശേഷം ഒരു കുറ്റപത്രം സംഭവിച്ചു. പക്ഷെ അതിനകത്ത് നമ്മൾ ഫേസ് ചെയ്തൊരു വലിയ പ്രശ്നം, എന്തുകൊണ്ട് ഇപ്രകാരം ഒരു കുറ്റകൃത്യം പ്രതി ചെയ്തു എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു. ഈ ചോദ്യം അന്വേഷണ സംഘത്തിന് മുമ്പിലും ആദ്യമേ എത്തപ്പെടുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം അതുകൊണ്ട് തന്നെ ഈ കേസിനകത്ത് പ്രതിഭാഗം ഉയർത്താൻ സാധ്യതയുള്ള ഒരു ഡിഫൻസ് തനിക്ക് മാനസിക രോഗമാണ് എന്ന് പ്രതി പറയും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു ശരിയായ ദിശയിലുള്ള അന്വേഷണം എന്നുള്ള തരത്തിൽ തന്നെ ആദ്യമേ തന്നെ ഒരു മാനസിക രോഗ വിദഗ്ധനെ കാണിച്ചു. പ്രതിയെ കൊണ്ട് ഇൻ്റർവ്യൂ ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇവിടെ പ്രതി എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനല്ല. അയാളൊരു അധ്യാപക കുടുംബത്തിൽപ്പെട്ടതാണ്. അയാളുടെ അച്ഛൻ അധ്യാപകനായിരുന്നു, അമ്മ അധ്യാപികയായിരുന്നു, അയാൾ അധ്യാപകനാണ്, അയാളുടെ ഭാര്യ അധ്യാപികയാണ്, അയാളുടെ സഹോദരൻ അധ്യാപകനാണ്. അങ്ങനെ ആ കുടുംബം മൊത്തം അധ്യാപകരുടെയും എഡ്യൂക്കേഷനലി വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള, ഫിനാൻഷ്യലി വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഫാമിലിപ്പെട്ട ഒരാളാണ്. മാത്രമല്ല ഞാൻ കേട്ടിടത്തോളം പ്രതിയാണെങ്കിൽ തബല പോലെയുള്ള വാദ്യകലകളിൽ നിപുണനാണ്, മാർഷൽ ആർട്സുകൾ അറിയാവുന്നയാളാണ്, സമൂഹത്തിൽ വളരെ വിജിലൻ്റായിട്ട് ഇടപെടുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ തന്നെ ഉള്ള ഒരാൾ അയാളെ സംബന്ധിച്ചോളം അയാളെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചിരുന്ന ജയിലിൽ വെച്ച് അയാൾ ജയിൽ ലൈബ്രറിയിൽ പോകുമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ജയിലിൽ വെച്ച് അയാൾ ഈ ചെയ്ത കുറ്റകൃത്യത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അയാൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ, അയാൾക്ക് ലഭിച്ച അറിവിൻ്റെ അടിസ്ഥാനത്തിൽ തനിക്ക് പറ്റിയ ഏറ്റവും നല്ല ഡിഫൻസ് ഇൻസാനിറ്റി എന്ന് പറയുന്ന മാനസിക രോഗമാണ് എന്ന് അദ്ദേഹം കണ്ടെത്തി. അപ്പോൾ സാധാരണഗതിയിൽ നമുക്കൊരു അസുഖത്തെ സംബന്ധിച്ച് മെക്കാനിക്കലായിട്ടുള്ള ഉപകരണങ്ങളുടെ സഹായത്തോടെ നമുക്കൊരു അസുഖം കണ്ടെത്താം. ഒരു കൈ ഒടിയുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. മാനസിക രോഗമുള്ള ഒരാൾക്ക് അയാൾക്ക് മാനസിക രോഗമുണ്ട് എന്നുള്ളത് പലപ്പോഴും മാനസിക രോഗ വിദഗ്ധർ ഇവരെ വിശകലനം ചെയ്യുമ്പോൾ അപഗ്രഥിക്കുമ്പോൾ ലഭിക്കുന്ന അറിവുകളുടെ അടിസ്ഥാനത്തിലാണ് അവർ ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. ഇത് വ്യക്തമായി മനസ്സിലാക്കിയ പ്രതി എന്തു ചെയ്തു? കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭന്മാരായ മാനസിക രോഗ വിദഗ്ധന്മാർ അടങ്ങിയ ഒരു സംഘം അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള മറുപടികൾ ഇയാൾ കൊടുത്തു. അപ്പോൾ സാധാരണഗതിയിൽ മാനസിക രോഗങ്ങളിൽ സ്കീസോഫ്രീനിയ എന്ന് പറയുന്ന ഒരു അസുഖം, അത് സാധാരണഗതിയിൽ സ്കീസോഫ്രീനിയ എന്ന് പറയുന്നത് മാനസിക രോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലത്തിലേക്കുള്ള ഒരു അസുഖമാണ് എന്ന് വേണമെങ്കിൽ ഗണിക്കപ്പെടാവുന്നതാണ്. അപ്രകാരം ഒരു മാനസിക രോഗിയാണ് താനെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അയാൾ ഈ പറയുന്ന പോലെ വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ചപ്പോൾ മൂന്നാമതൊരാൾ പറയുന്ന ശബ്ദങ്ങൾ എൻ്റെ ചെവിയിൽ കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അതൊരു പക്ഷേ ഈ മാനസിക രോഗത്തിൻ്റെ സ്കീസോഫ്രീനിയയുടെ ചില സ്പെക്ട്രങ്ങളിലേക്ക് കടന്നു വരും എന്നൊരറിവ് അയാൾക്കുണ്ടായി. ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മാനസിക രോഗ വിദഗ്ധന്മാർ ഇവരെ വിശകലനം ചെയ്യുന്ന സമയത്ത് അയാൾ പറഞ്ഞു, ശരിയാണ്, എനിക്ക് ഇപ്പോൾ എൻ്റെ ചെവിയിൽ പുറത്തുനിന്ന് ആരൊക്കെയോ പറയുന്നത് പോലെയുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. സ്വാഭാവികമായി സ്കീസോഫ്രീനിയയുടെ ലക്ഷണമാണ്. അപ്പോൾ മാനസിക രോഗ വിദഗ്ധർ എന്ത് ചെയ്തു? റിപ്പോർട്ടിൽ എഴുതി, ഈ പറഞ്ഞിരിക്കുന്ന ആളിന് സ്കീസോഫ്രീനിയയുടെ ചില ലക്ഷണങ്ങളുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഞാൻ സൂചിപ്പിച്ചതാണ് നമ്മൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം. ഇപ്രകാരമുള്ള ഒരു വ്യക്തി അയാൾക്ക് സ്കീസോഫ്രീനിയ ആണെന്ന് അയാളെ പരിശോധിച്ച ഡോക്ടർമാരെ പോലും തെറ്റിദ്ധരിപ്പിച്ചൊരു റിപ്പോർട്ട് എത്തിക്കത്തക്ക തരത്തിൽ മിടുക്കനായ ഒരു പ്രതി, ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രതി. അയാൾ നടത്തുന്ന കേസുകളൊക്കെ സാധാരണഗതിയിൽ ക്രിമിനൽ കേസുകൾ നടത്തുന്ന സമയത്ത് നമ്മൾ പ്രോസിക്യൂഷനാണ് നടത്തുന്നതെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്നത് ഡിഫൻസ് ലോയറെയാണ്. പക്ഷെ ഇവിടെ ഡിഫൻസ് ലോയറോടൊപ്പം തന്നെ മിടുക്കനായ ഡിഫൻസ് ലോയർമാരാണ് ഈ കേസിന് ഹാജരായത്, സംശയമൊന്നുമില്ല കാര്യത്തിൽ. പക്ഷെ അതേ സമയത്ത് തന്നെ അതിന് മുമ്പ് തന്നെ ആ ഡിഫൻസ് ലോയർക്ക് വഴിമരുന്നിടാൻ വേണ്ടിയുള്ള പഴുതുകൾ പ്രതി തന്നെ സ്വന്തം ബുദ്ധി കൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു കേസായിരുന്നു ഡോക്ടർ വന്ദനയുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രകാരം ഇയാൾക്ക് മാനസിക രോഗമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിശ്ചയിക്കാൻ വേണ്ടി നമ്മൾ പല തരത്തിലുള്ള നിയമപുസ്തകങ്ങൾ പോലും പരിശോധിച്ചു. അതുപോലെയുള്ള വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ തന്നെ നമ്മൾ പരിശോധിച്ചു, നിയമഗ്രന്ഥങ്ങൾ പരിശോധിച്ചു. 1800-കളിൽ ഇംഗ്ലണ്ടിൽ ഈ പറഞ്ഞിരിക്കുന്ന നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ ശിക്ഷാ നിയമവും അതുപോലെയുള്ള ഇന്ത്യൻ തെളിവ് നിയമവും ഒക്കെ വന്നിട്ടുള്ളത് ഇംഗ്ലണ്ടിലെ നിയമങ്ങളുടെ ചൂട് പിടിച്ചാണ്. അപ്പോൾ മക്നാറ്റൺസ് കേസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇംഗ്ലണ്ടിലെ പഴയ അവിടുത്തെ പ്രധാനമന്ത്രിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചൊരു കേസ് ഉണ്ടായിരുന്നു.
ആ കേസിനകത്ത് പ്രധാനമന്ത്രി കൊലയപ്പെട്ടില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സെക്രട്ടറി മരണപ്പെട്ടു. അതിലെ പ്രതി തനിക്ക് മാനസിക രോഗമാണ് എന്നുള്ള ഒരു തർക്കം അന്ന് ഹൗസ് ഓഫ് ലോർഡ്സ് എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലെ ഏറ്റവും പരമപ്രധാനമായ കോടതിയിൽ എടുക്കുകയുണ്ടായി. അപ്പോൾ അതിൽ ഇപ്രകാരം ഒരു സംഭവം വരികയാണെങ്കിൽ എങ്ങനെയാണ് മാനസിക രോഗമുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരു പ്രതിക്കെതിരെയുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ചില ഗൈഡ് ലൈൻസ് പുറപ്പെടുവിച്ച ഒരു വിധിന്യായമായിരുന്നു മാഗ്നാറ്റൻസ് കേസ്. അത് ഹൗസ് ഓഫ് ലോർഡ്സിൻ്റെ വിധിയായിരുന്നു. ആ വിധി പോലും പരിശോധിച്ച് ആ വിധി പോലും ഉദ്ധരിച്ചാണ് ഈ കോടതിയിൽ ഈ കേസ് വളരെ റെഫർ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അവിടെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, സ്കീസോഫ്രീനിയ എന്ന് പറയുന്ന അസുഖമുള്ള ഒരു വ്യക്തിക്ക് നൽകുന്ന മരുന്നിൻ്റെ ഡോസേജ് അത് വൈദ്യശാസ്ത്രത്തിലുണ്ട്. അത് ഇൻ്റർനാഷണൽ തലത്തിൽ അംഗീകരിച്ചിട്ടുള്ള ചില ഡോസേജുകളുണ്ട്. പക്ഷെ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ആൾക്ക് പ്രതിക്ക് നൽകിയിട്ടുള്ള ഡോസേജുകൾ സ്വാഭാവികം അതിൽ കുറവായിരുന്നു. ഓക്കെ. അപ്പോൾ അത് കുറവായതുകൊണ്ട് തന്നെ സ്കീസോഫ്രീനിയയുടെ യഥാർത്ഥ സ്പെക്ട്രത്തിലേക്ക് ഈ വ്യക്തിയുടെ മാനസിക രോഗം എത്തുകയില്ല എന്ന് കോടതിക്ക് മുമ്പാകെ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷന് സാധിച്ചു. അതുകൊണ്ടാണ് അയാളുടെ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റിനകത്ത് സ്കീസോഫ്രീനിയയുടെ സ്പെക്ട്രം ഉണ്ട് എന്ന് ഡോക്ടർമാർ കണ്ടെത്തി എഴുതിയിട്ട് പോലും പ്രതിക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഇൻസാനിറ്റിയുടെ അല്ലെങ്കിൽ ബോധമില്ലായ്മയുടെ ആ ഡിഫൻസ് അല്ലെങ്കിൽ ആ പരിരക്ഷ ലഭിക്കാതൊരു വിധി ഈ കേസിൽ ഉണ്ടാവാനുള്ളത് കാരണം ആ തലം കൂടി കോടതി പരിശോധിച്ചുകൊണ്ടാണ്. ഇയാൾ എന്തെങ്കിലും തരത്തിൽ ഉള്ള ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളാണോ? ഒരു പെട്ടെന്നൊരു അക്രമം എന്ന രീതിയിലേക്ക് മാറി അങ്ങനെ ഒരു ലഹരിക്കടിമയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നോ? അതിനൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഓരോ കുറ്റകൃത്യം നടത്തുന്നതിനും പ്രതിക്ക് പ്രതിയുടേതായ കാരണങ്ങളുണ്ടാവും. ഒരു കുറ്റകൃത്യം നടത്തുന്നതിന് പ്രതിക്ക് പ്രതിയുടേതായ കാരണം ഉണ്ടാകും. മോട്ടീവ് എന്നാണ് സാധാരണഗതി നമ്മൾ നിയമത്തിൻ്റെ ഭാഷയിൽ തന്നെ പറയുന്നത്. മോട്ടീവ് എന്ന് പറയുന്നത് പ്രധാനമായി മാറുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡയറക്റ്റ് എവിഡൻസ് ഇല്ലാത്ത സമയത്താണ് മോട്ടീവ് പ്രധാനമായിട്ടും പ്രധാന റോളിലേക്ക് വരുന്നത്. ഡയറക്റ്റായിട്ടുള്ള സാക്ഷികൾ, ഐ വിറ്റ്നസ് ഉള്ള കേസിനകത്ത് മോട്ടീവ് ഒരു പ്രധാനപ്പെട്ട വിഷയമല്ല എന്ന് സുപ്രീം കോടതിയുടെയും കേരള ഹൈക്കോടതിയുടെയൊക്കെ വിധികൾ ധാരാളമുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് പ്രതി ഇപ്രകാരം ഒരു പ്രവർത്തനം നടത്തി എന്നുള്ളതിന് ഒരു പക്ഷേ പ്രോസിക്യൂഷൻ അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം പ്രതി ഈ കുറ്റകൃത്യം നടത്തുന്നതിന് മറ്റു തെളിവുകളുണ്ടെങ്കിൽ, ദൃക്സാക്ഷികളപരമായിട്ടുള്ള തെളിവുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ടുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായും ഒരു പ്രോസിക്യൂഷൻ കേസ് തെളിയിക്കുന്നതിന് അത് മതി. ഇവിടെ വന്ദനയെ കൊലപ്പെടുത്തിയ പ്രതിയുടെ നേരത്തെ അയാൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ കേസിനകത്ത് അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത ബന്ധുക്കളെ പോലും പ്രോസിക്യൂഷൻ സാക്ഷിയായി വിസ്തരിക്കപ്പെട്ടിട്ടുണ്ട്. വളരെ അടുത്ത ബന്ധുക്കളെ പോലും ഈ കേസിൽ പ്രോസിക്യൂഷൻ അനുകൂലമായി മൊഴി കൊടുത്ത സാക്ഷിയായി വിസ്തരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ മൊഴികളിൽ നിന്നുമൊക്കെ നമുക്ക് വ്യക്തമായത് ഈ പ്രതി ചില ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന സ്വഭാവമുള്ളയാളായിരുന്നു. അയാൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ആളുമാണ്. അപ്പോൾ ആ പക്ഷേ അയാളുടെ യൂറിൻ സാമ്പിളിൻ്റെ ഒക്കെ ടെസ്റ്റിങ്ങിൽ നിന്ന് റിസൾട്ട് നമുക്ക് മനസ്സിലായത് ആ സമയത്ത് അയാൾ ലഹരി പദാർത്ഥം ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. സംഭവം നടക്കുന്ന സമയത്ത് ലഹരിക്ക് അടിമപ്പെട്ട് സുബോധമില്ലായ്മയോടുകൂടി ചെയ്ത പ്രവൃത്തിയായിട്ട് ബോധ്യപ്പെട്ടിട്ടില്ല. ആ സമയത്തേക്ക് ബോധം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് അയാളത് ചെയ്തത് എന്നുള്ളത് ഞാനാണ് ആദ്യമേ സൂചിപ്പിച്ചത്. ഓരോ പ്രതിക്കും ഒരു കുറ്റകൃത്യം നടത്തുന്നതിന് അവൻ്റേതായ കാരണങ്ങൾ കാണും. അതൊരു പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ആ കുറ്റത്തിന് ഇരയാക്കപ്പെട്ട വ്യക്തിക്കോ അത് പറയാൻ സാധിക്കണമെന്നില്ല. ഇവിടെയും ഈ കേസിനകത്തും അങ്ങനെ തന്നെയാണ് സംഭവം. ഞങ്ങൾക്ക് മനസ്സിലാക്കിയത് കേസ് വിചാരണ ഘട്ടങ്ങളിൽ കൂടിയും സാക്ഷികളിൽ കൂടെ സംസാരിച്ചെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായത്, ഈ പ്രതിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എപ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ് കിട്ടണം എന്നുള്ള ഒരു സ്വഭാവ രീതി വെച്ച് പുലർത്തിയിട്ടുണ്ടായിരുന്നു. എവിടെ ചെന്നാലും എനിക്ക് ആദ്യ പരിഗണന കിട്ടണം. ആ ആദ്യ പരിഗണന കിട്ടാത്ത സമയത്ത് പെട്ടെന്ന് അയാൾ വയലൻ്റ് ആവും. ആ വയലൻ്റ് ആയതുകൊണ്ട് പ്രവൃത്തി എന്തുകൊണ്ടാണത് പറയാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് അയാൾ ആദ്യമേ വിളിക്കുന്നത് തനിക്ക് ഉടൻ തന്നെ പോലീസുകാരൻ്റെ സഹായം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പൂയപ്പള്ളി സ്റ്റേഷനിലേക്ക് അയാൾ വിളിക്കുന്നത്. പൂയപ്പള്ളി സ്റ്റേഷനിൽ നിന്നുള്ള വാഹനം പോലീസ് ഉദ്യോഗസ്ഥന്മാർ അയാളെ കാണാൻ വരുമ്പോൾ താമസിച്ചു. അപ്പോൾ തന്നെ അയാളുടെ മനസ്സിൽ ഞാൻ വിളിച്ചിട്ട് വരുന്നതിൻ്റെ താമസമുണ്ടായി. അത് അയാൾക്കൊരു ആ സമയത്ത് ഒരു ആനിമസ് അയാളുടെ മനസ്സിലുണ്ടായി.
രണ്ടാമത് വന്ന സമയത്ത് ജീപ്പിൽ കയറുന്ന സമയത്ത് അയാളോടൊപ്പം പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടുത്തെ ഒരു സാമൂഹ്യ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെയും അയാളുടെ ഒരു ബന്ധുവും കൂടി കയറാൻ പറഞ്ഞു. അപ്പോൾ അവർ കയറുന്നത് ഈ ആളിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിയെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമുണ്ടായില്ല. പക്ഷെ അയാൾ ഇഷ്ടം വകവെക്കാതെ അവരെ കൂടി ജീപ്പിൽ കയറ്റി, പോലീസ് കയറ്റി. അപ്പോൾ അതും സ്വാഭാവികമായും എൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്നുള്ള സംഗതിയിലേക്ക് അയാൾ പ്രവർത്തിച്ചു. മൂന്നാമത് അയാൾ ജീപ്പിൽ കയറുന്ന സമയത്ത് അയാൾ കയ്യിലൊരു ആയുധവുമായി ഒരു വടി പോലത്തെ ആയുധവുമായിട്ടാണ് അയാൾ കയറാൻ തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് അത് പോലീസ് ഇൻസ്പെക്ടറോടെ തന്നെ സബ് ഇൻസ്പെക്ടറോടെ തന്നെ അത് കയ്യിൽ നിന്ന് പിടിച്ചു മാറ്റി. സ്വാഭാവികമായി പോലീസോടായൊരു വിരോധം. കാരണം ഞാൻ പറയുന്ന പോലെ നടക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ. നാലാമത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന സമയത്ത് ഹോസ്പിറ്റലിൽ അയാളെ ചികിത്സിക്കാൻ അയാളെ ഡയഗ്നോസ് ചെയ്യുന്ന റൂമിലേക്ക് കയറിയ സമയത്ത് അയാളുടെ മുറിവ് ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് നേഴ്സിംഗ് അസിസ്റ്റൻ്റ് അയാളെ കാണാൻ സ്വല്പം താമസമെടുത്തു. അല്ലെങ്കിൽ അവർ ഓടി വരുമ്പോഴത്തേക്ക് സ്വല്പം താമസമെടുത്തു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കിട്ടിയില്ല. ഇത് ഒരു പക്ഷേ അയാളുടെ ഒരു സാമൂഹ്യപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമായിരിക്കാം. ഫസ്റ്റ് പ്രിഫറൻസ് കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് കോപിഷ്ഠനാവുകയും ആ കോപത്തിൻ്റെ ഫലമായി കാണുന്നവരെയൊക്കെ ആക്രമിക്കുകയും ചെയ്യുകയും അതിന് ശേഷം പിന്നീട് പശ്ചാത്തപിക്കുകയും ചെയ്യുന്നു. കാരണം ഈ കേസിൻ്റെ വിധി വന്ന സമയത്ത് അയാൾ കോടതി പറഞ്ഞത് എനിക്ക് അബദ്ധം വരുമ്പോൾ എനിക്ക് പ്രായശ്ചിത്തം ചെയ്യാനൊരു അവസരം ലഭിക്കണമെന്നാണ്. ഒരാളെ കൊലപ്പെടുത്തിയ ശേഷം പ്രായശ്ചിത്തം ലഭിക്കാൻ പറഞ്ഞ അവസരങ്ങൾ ലഭിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അയാളുടെ ജീവിതകാലം മൊത്തം ആ ഇരുമ്പഴികൾക്കുള്ളിലേക്ക് അയാൾ മാറുകയാണ് ചെയ്തത്. അപ്പം ഇതിൻ്റെ എല്ലാം കൂടിയുള്ള ഒരു കോംപ്ലക്സ് രീതിയാണ് അയാളുടേത്. പുള്ളിക്ക് പ്രയോറിറ്റി കിട്ടുന്നില്ല. അതാണ് എനിക്ക് തോന്നിയതാണ്. അയാൾ സംബന്ധിച്ചിടത്തോളം അയാൾ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് അയാളുടെ ഭാര്യ, അമ്മ, കുട്ടികൾ. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞല്ലോ, അയാളുടെ അടുത്തൊരു ബന്ധുവിനെ കോടതി വിസ്തരിച്ച സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലായത് അയാൾക്ക് അവിടെ ആ വീട്ടിലെ അവസ്ഥ എന്ന് പറയുന്നത് അയാൾ പറയുന്ന പോലെ എല്ലാം നടക്കണം, ഉടൻ തന്നെ നടക്കുന്നതിനകത്ത് എന്തെങ്കിലും താമസം ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ പെട്ടെന്ന് വയലൻ്റ് ആവുന്നു. അപ്പോൾ അത് അയാളുടെ ഒരു ജീവിത രീതിയായിരിക്കാം. അത് പക്ഷെ പുറത്ത് ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കത്തില്ല. മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യത്തില്ലല്ലോ. അതെ, തീർച്ചയായിട്ടും മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ആ അക്സെപ്റ്റ് ചെയ്യാത്തതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു ഒഫൻസ് ഉണ്ടായത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വന്ദന ശരിക്കും അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകളായിരുന്നു അല്ലേ? വന്ദന അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകളായിരുന്നു. നന്നായി പഠിക്കുന്ന മിടുക്കിയായൊരു കുട്ടിയായിരുന്നു. അത് മെഡിക്കൽ കോളേജിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഹൗസ് സർജൻസി ആ തലത്തിലേക്ക് അത് കടക്കുകയായിരുന്നു. ആ കേസിനകത്ത് ഞങ്ങൾ കണ്ട എല്ലാ ആ കുട്ടി പഠിച്ചിരുന്ന കോളേജിൽ നിന്നും ഹൗസ് സർജൻസിക്ക് വേണ്ടി അവരുടെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രാക്ടിക്കൽ പരിശീലനത്തിന് വേണ്ടിയാണ് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിയത്. അവിടുത്തെ മറ്റെല്ലാവരും ആ കുട്ടിയെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. സംഭവം മനസ്സിലാക്കൂ, വെളുപ്പിനെ 4:40 ശേഷമാണ് സന്ദീപിനെ അവിടെ എത്തുന്നത്. ആ രാത്രി മുഴുവൻ ഉറക്കം മുളച്ചിരുന്ന് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നൊരു കുട്ടിയാണത്. ആ കേസിനകത്ത് ഒന്ന് ആലോചിക്കുമോ, ആ കേസിനകത്ത് ഈ പ്രതി ആക്രമിച്ച ഓരോരുത്തരും ആ പ്രതിയെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സഹായിക്കാനായിട്ട് എത്തിയവരാണ്. പോലീസുകാരുൾപ്പെടെ. പോലീസുകാരെ അയാൾ ആക്രമിച്ചു. പോലീസുകാരാണ് ഇയാൾ എനിക്ക് അത്യാവശ്യമായി പോലീസിൻ്റെ സേവനം വേണം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയവർ. പിന്നീട് ആക്രമിച്ച 2 സിവിലിയൻസ് അവരാരാണ്? ഇയാളെ അവിടെ നിന്ന് ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന ആ പാതിരാത്രിയിൽ കൊണ്ടുപോകുന്നതിന് അയാൾക്ക് അക്കമ്പനി ചെയ്യാൻ വന്ന അവിടുത്തെ സമൂഹ പ്രവർത്തകരും ഇയാളൊരു ബന്ധുവും. ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞപ്പോഴും കൊലപ്പെടുത്തിയ ഡോക്ടർ വന്ദനയുടെ കൊലപാതകം വളരെ ക്രൂരമായിരുന്നു കേട്ടോ. ഒരു പെൺകുട്ടിയാണെന്ന് പോലും ശ്രദ്ധിക്കാത്ത രീതിയിൽ പിടിച്ചു വെച്ചുകൊണ്ട് കൈ പിടിച്ച് വെച്ച് ശരീരത്തോടെ ചേർത്ത് നിർത്തി 21ഓളം കുത്തുകളാണ് ആ കുട്ടിയുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തായിട്ട് കുത്തിയത്. വേദന കൊണ്ട് അലറി അത് നിലവിളിക്കുമ്പോൾ പോലും ആ പിടി വിടാതെ അത്ര ക്രൂരമായി നടത്തിയൊരു കൊലപാതകമായിരുന്നത്. കാരണം അതിനെ കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെ ചെയ്ത സംഭവമാണ്. അതേപോലെ തന്നെ അവിടെ ആക്രമിച്ച മറ്റൊരാളാരാണ്? അവിടെ ഒരു ആംബുലൻസ് ഡ്രൈവറെയാണ് ആക്രമിച്ചത്. അപ്പോൾ പിന്നീട് ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അതിൽ ഒരാൾ അലക്സ് കുട്ടി, അയാളൊരു ഹോം ഗാർഡാണ്. അയാൾ സർവീസിലെ ഇന്ത്യൻ മിലിറ്ററി സർവീസിൽ ജോലി ചെയ്ത ശേഷം റിട്ടയർ ചെയ്ത് വന്ന് പിന്നെ ഹോം ഗാർഡായ ആളാണ്. അയാളും ഏജ്ഡാണ്. അയാളും മരണത്തിൻ്റെ വക്കത്തുനിന്ന് തിരികെ രക്ഷപ്പെട്ടു വന്നെത്തിയ ആളാണ്. അതുപോലെ അയാൾക്കും പരിക്കേറ്റതാണ്. മറ്റൊരു
പോലീസ് ഉദ്യോഗസ്ഥനെ കൊടുത്ത്, സോറി ഹോംഗാർഡിൻ്റെ പേര് അലക്സ് കുട്ടി, അതെ, മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥന്. അയാളെയും ഇതുപോലെ അവിടുത്തെ ഒരു ASI ആയിട്ടുണ്ടായിരുന്ന ഒരാൾ, ഹോസ്പിറ്റൽ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന അയാൾ സംഭവം എന്താണെന്ന് നോക്കാൻ വേണ്ടി വരുന്ന സമയത്ത് തന്നെ എന്താണെന്ന് പോലും മനസ്സിലാക്കുന്നതിന് മുമ്പ് അയാൾ തലയ്ക്ക് അപ്പം ഇങ്ങനെ തനിക്ക് കീഴടക്കാൻ സാധിക്കുമെന്നുള്ള പൂർണ്ണ ബോധ്യമുള്ള എല്ലാവരെയും തീവ്രമാരകമായി പരിക്കേൽപ്പിച്ച ഒരു മാനസിക അവസ്ഥയായിരുന്നു ഈ സന്ദീപാസമയം വെച്ച് പുലർത്തിയിരുന്നത്, പ്രതി സന്ദീപാസമയം വെച്ച് പുലർത്തിയിരുന്നത്. അപ്പോൾ അതൊക്കെ കോടതി പരിഗണനയിലെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിൽ നിന്നെല്ലാം സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം, ഇതിനി മറ്റൊരാൾ ആവർത്തിക്കരുത്. മറ്റൊരാൾ ആവർത്തിച്ച് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ശിക്ഷ അവർക്ക് വേണ്ടിയും കാത്തിരിപ്പുണ്ടാകും എന്നുള്ള തരത്തിലാണ് ഈ കേസുകൾക്ക് അത്തരം. അതുപോലെ വന്ദന കേസ് പോലെ തന്നെ ഏറ്റവും പ്രമാദമായ മറ്റൊരു കേസായിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ കേസ്. അത് ശരിക്കും എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ അല്ലേ, സൗത്ത് ഇന്ത്യയിൽ ഇത്തരത്തിലൊരു വിധി ആദ്യമായിട്ടാണ് വരുന്നത്. അതിൽ 15 പ്രതികൾക്കും ഡെത്ത് എന്നുള്ളൊരു രീതിയിൽ. അതിൻ്റെ പിന്നിൽ എന്തായിരുന്നു ആ ഒരു കേസിൻ്റെ? രഞ്ജിത്ത് ശ്രീനിവാസ് മർഡർ കേസ്, ഡോക്ടർ വന്ദനാദാസ് കേസിനകത്ത് കൊല ചെയ്യപ്പെട്ടത് ഒരു പ്രൊഫഷണൽ ഡോക്ടറാണെങ്കിൽ രഞ്ജിത്ത് ശ്രീനിവാസ് കേസിനകത്ത് കൊല ചെയ്യപ്പെട്ടത് പ്രൊഫഷണലായിട്ടുള്ള ഒരു അഡ്വക്കേറ്റാണ്. അപ്പോൾ ആ കേസിനകത്ത് ഒരുപക്ഷെ സൗത്ത് ഇന്ത്യയിൽ നിന്നല്ല ഭാരതത്തിൽ തന്നെ പറയാൻ സാധിക്കും, സമീപ കാലഘട്ടത്തിൽ ഒരു സിംഗിൾ മർഡറിന് 15 പേർക്ക് വധശിക്ഷ ലഭിച്ച അപൂർവമായ കേസ് തന്നെയായിരുന്നു അത്. ആ കേസിൽ കോടതി കണ്ടെത്തിയത്, ഇപ്പം നമ്മൾക്ക് എല്ലാം പറയാമല്ലോ, നമ്മൾ ഒരു റൂൾ ഓഫ് ലോ നാട്ടിൽ നിലനിൽക്കുന്നതുകൊണ്ടാണ്, ഒരു നിയമത്തിൻ്റെ ഭരണം നാട്ടിൽ നിൽക്കുന്നതുകൊണ്ടാണ്, നിയമമുള്ളത് കൊണ്ടാണ് നമുക്കെല്ലാം നമ്മുടെ വീട്ടിൽ സമാധാനത്തോടു കൂടി അന്തി ഉറങ്ങാൻ കഴിയുന്നത്. അതല്ലെങ്കിൽ സ്വാഭാവികമായും ഏത് തരത്തിലേക്ക് നമ്മുടെ സമൂഹം മാറിപ്പോകും. ഇവിടെ രഞ്ജിത്ത് ശ്രീനിവാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആരെയും ആക്രമിക്കാൻ പോയിട്ടുള്ള ഒരാളല്ല. അയാളുടെ വീട്ടിൽ അയാളുടെ ഭാര്യയോടും മക്കളോടും സ്വന്തം മാതാവിനോടൊപ്പം വളരെ സമാധാനപരമായി ജീവിച്ചു വന്ന ഒരു വ്യക്തി. അയാളെ ഒരു രാവിലെ അയാളുടെ വീട്ടിൽ അയാൾക്ക് അറിയപോലും ചെയ്യാത്ത ഒരു കൂട്ടം ആളുകൾ അയാളുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കടന്നു കയറുന്നു. എന്താണ് എന്ന് ഉറക്കപ്പിച്ച് എണീറ്റ് സ്വന്തം തീൻമുറിയിലേക്ക് വരുമ്പോൾ, തീന്മേശക്കരികിലേക്ക് വരുമ്പോൾ അവിടെ വെച്ച് അയാളെ കൂടം കൊണ്ട് തലക്കടിച്ച് അയാളുടെ കണ്ണ് തെറിച്ചു പോകുന്ന തരത്തിൽ, കൂടം കൊണ്ടുള്ള ആദ്യത്തെ അടിക്ക് ഒരു വ്യക്തിയുടെ കണ്ണ് തെറിച്ചു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ഭീകരമായിട്ടുള്ള ആക്രമണമാണ് അയാൾക്കെതിരെ ഉണ്ടായത്. അയാളെ ആക്രമിക്കുന്ന അത് കണ്ടുകൊണ്ട് ഓടി വന്ന അയാളുടെ മകൾ 7 വയസ്സുകാരി, അയാളുടെ അമ്മ 75 വയസ്സുള്ള ഒരമ്മ, അയാളുടെ ഭാര്യ, ഇവരുടെ മുമ്പിൽ വെച്ചിട്ട് അയാളെ അതിക്രൂരമായ രീതിയിൽ വാളുകൾ കൊണ്ടും അതുപോലത്തെ മാരകമായിട്ടുള്ള ആയുധങ്ങൾ കൊണ്ട് വീണ്ടും 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 വെട്ടിക്കൊലപ്പെടുത്തുകയുണ്ട്. ആ വീടിൻ്റെ ആ തീൻമുറിയിലെ ടോപ്പിൽ വരെ, റൂഫിൻ്റെ ടോപ്പിൽ വരെ അയാളുടെ രക്തവും മാംസവും പറ്റിപ്പിടിക്കുന്ന തരത്തിൽ, ആ മുറിക്കകത്തെ കോൺക്രീറ്റിൻ്റെ ചെറിയ ഷെൽഫേൽ വരെ ആഴ്ന്നിറങ്ങുന്ന തരത്തിലുള്ള വാളുകൾ കൊണ്ടുള്ള വെട്ടുകൾ. വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു കൊലപാതക ദൃശ്യമാണത്. അതിലെ സീൻ മഗസിൻ്റെ ഫോട്ടോകളൊക്കെ കണ്ടു കഴിയുമ്പോൾ അതുപോലത്തെ ആ അവസ്ഥ നമ്മൾ കാണുമ്പോഴാണ് ആ രംഗം ആകുന്നത്. അദ്ദേഹത്തിൻ്റെ മുഖം എന്നൊരു സംഭവമില്ല, വികൃതമായി കളഞ്ഞു, ബീഭത്സമാക്കി കളഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു കൊലപാതകം നടത്തി കഴിയുമ്പോൾ ആ കൊലപാതകം നടത്തുന്നതിൻ്റെ പിന്നിലെ മോട്ടീവ് അത് ഏത് തരത്തിലുള്ളതാണെങ്കിലും അതൊരിക്കലും അംഗീകരിക്കാൻ ഒക്കെയില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ശിക്ഷാ നിയമത്തിൽ ഓരോ പണിഷ്മെൻറ്റുകൾ കൊടുക്കുന്നത്? മറ്റൊരാൾക്ക് ഇതുപോലെ ഒരു പ്രവൃത്തി തോന്നരുത്, ഒരു പ്രവൃത്തിയെക്കുറിച്ച് ചിന്തിക്കുക പോലും ഉണ്ടാകരുത്. അത്തരത്തിലുള്ള ഒരു ശിക്ഷ നൽകിയാൽ മാത്രമേ അപ്രകാരം ഒരു പ്രവൃത്തി ചെയ്യാതിരിക്കാൻ മറ്റൊരാൾ തയ്യാറാകാതിരിക്കുകയുള്ളൂ. ആ ഒരു തിയറിയെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ബച്ചൻ സിംഗ് കേസിന് ശേഷം ഏത് തരത്തിലുള്ള കേസുകൾക്കകത്താണ് വധശിക്ഷ നൽകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് സുപ്രീം കോടതി ചില ഗൈഡ് ലൈൻസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ അപൂർവങ്ങളായ കേസുകൾ എന്നുള്ള തരത്തിൽ പരിഗണിക്കേണ്ട കേസുകളുടെ ഗൈഡ് ലൈൻസ് കൃത്യമായി പറയുന്നുണ്ട്. അതിൻ്റെ സ്ക്വയർലി ആപ്ലിക്കബിൾ ആകുന്ന, അതല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ തന്നെ വരുന്ന ഒരു കേസായത് തന്നെയായിട്ടാണ് രഞ്ജിത്ത് ശ്രീനിവാസ് കേസ് ഉണ്ടായത്. പ്രായമായ അമ്മയുടെ സാന്നിധ്യം, കുഞ്ഞായ മകളുടെ സാന്നിധ്യം, ഭാര്യയുടെ സാന്നിധ്യം, സ്വന്തം വീട്ടുമുറി, യാതൊരു തരത്തിലുമുള്ള കുറ്റകൃത്യങ്ങൾക്ക് അത് പങ്കാളിയാകാത്ത ഒരാൾ, ഈ എന്താണ് സംഗതികൾ എന്ന് പോലും അറിയാതെ മരണത്തിലേക്ക് അയാളെ അതിക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തുക. അതാണ് രഞ്ജിത്ത് ശ്രീനിവാസ് കേസിൻ്റെ പ്രത്യേകത എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാത്രമല്ല ആ കേസിനകത്ത് സാക്ഷിമൊഴികൾ, ശരിയായ ദിശയിലുള്ള അന്വേഷണം, ഇതെല്ലാം പോലീസ് സപ്പോർട്ടായിരുന്നു. പോലീസിനെ നല്ല രീതിയിൽ ആ കേസ് അന്വേഷിച്ചു. പ്രതികളെ
കൃത്യമായ രീതിയിൽ തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു. അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികളെ കൃത്യമായ രീതിയിൽ തന്നെ തിരിച്ചറിയൽ പരേഡിൽ സംഭവം കണ്ടവരായ സാക്ഷികൾ തിരിച്ചറിഞ്ഞു. അവരെ കോടതിയിൽ വന്നപ്പോൾ തന്നെ കോടതിയിലെത്തിയ സമയത്തും ഈ പ്രതികൾ പരസ്പരം മറ്റൊരാൾ ഈ തിരിച്ചറിയുന്നത് ഒഴിവാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയോ ഒരേ നിറത്തിലുള്ള കുപ്പായങ്ങൾ, മുണ്ടുകൾ, പാദരക്ഷകൾ, മാസ്കുകൾ, അത് തല മൊത്തം കവർ ചെയ്യുന്ന തരത്തിലുള്ള തലപ്പാവുകൾ ഇത്രയും അണിഞ്ഞുകൊണ്ടാണ് കോടതി എത്തിയത്. അങ്ങനെ എത്തിയിട്ടുള്ള പ്രതികളെ കോടതിയിൽ തിരിച്ചറിയുന്നു. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭന്മാരായ ഒരു നിര അഭിഭാഷകർ ഈ കേസിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരായി. 1-2 പേരൊന്നുമില്ല, ഏകദേശം 7ഓളം അഭിഭാഷകരാണ് ഈ സാക്ഷികളെ ദിവസങ്ങളോളം ക്രോസ് വിസ്താരം നടത്തിയത്. പക്ഷെ ഒരു പോയിന്റ് പോലും ആ സാക്ഷിമൊഴികളിൽ നിന്നും കാരണം അവർ കണ്ട ആൾക്കാരാണ്. വീടിനുള്ളിൽ നടക്കുന്നൊരു സംഭവമാകുമ്പോൾ അവിടെ മോസ്റ്റ് അവൈലബിൾ വിറ്റ്നസ് അല്ലെങ്കിൽ അവിടെ എത്തിച്ചേരാൻ ഏറ്റവും സാധ്യതയുള്ളവർ ആര്? ആ വീട്ടിലെ ഇൻമേറ്റ്സ് തന്നെയാണ്, ആ വീട്ടിലെ താമസക്കാർ തന്നെയാണ്. അവർ തന്നെയാണ് ഈ കേസ് സാക്ഷികളായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ സംഭവം കണ്ടവരായതുകൊണ്ട് എത്ര ക്രോസ് വിസ്താരം നടത്തി കഴിഞ്ഞാൽ പോലും അവർക്ക് തെറ്റാൻ സാധ്യതയില്ല. അങ്ങനെ തന്നെയാണ് ഈ കേസിനകത്ത് കൃത്യമായ സാക്ഷിമൊഴികളുണ്ടായി, കൃത്യമായ അന്വേഷണമുണ്ടായി. പിന്നെ ഈശ്വര സഹായം കൊണ്ട് ഞാനും എൻ്റെ ജൂനിയേഴ്സും കൂടി നന്നായി ആ കേസിനകത്ത് ഞങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം കോടതിയെ ധരിപ്പിക്കാൻ സാധിച്ചു. അതിൻ്റെ ഒരു ഫലമാണ് കേരളത്തിലെ പഴയ തന്നെ പ്രത്യേകിച്ച് ചർച്ചാവിഷയമാക്കപ്പെട്ട ഒരു വിധി ഉണ്ടായത് എന്നാണ് വിശ്വസിക്കുന്നത്. അല്ല, അത് ഇനി ഇങ്ങനൊരു മർഡറിലേക്കൊക്കെ ചെയ്യാൻ ഈ മനസ്സിലുള്ള ആളുകൾക്കാണെങ്കിൽ പോലും തന്നെ അതൊരു ഭയം. അതെ, അത് ഈ നിയമ വ്യവസ്ഥതയുടെ ഒരു പ്രത്യേകത തന്നെ അതാണല്ലോ. മറ്റൊരാൾക്ക് ഇപ്രകാരം ഒരു സംഭവം ഞങ്ങൾ ചെയ്താലും ഞങ്ങൾക്ക് ഇതുപോലത്തെ ഒരു വിധിയിലേക്ക് ഞങ്ങൾ എത്തപ്പെടും എന്നുണ്ടാകുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു ഭയം. ആ ഭയമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സമാധാനപരമായി ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ വന്ദനാദാസ് കേസിനകത്തായാൽ പോലും അവിടെ സന്ദീപ് എന്ന് പറയുന്ന ഒരാൾ ഹോസ്പിറ്റലിൽ വന്ന് തന്നെ ചികിത്സിച്ച, തന്നെ ശുശ്രൂഷിച്ച ഡോക്ടർമാരെ കൊല ചെയ്യപ്പെടുമ്പോൾ, മാരകമായ രീതി ആക്രമിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും തൻ്റെ മുമ്പിൽ വരുന്ന ഒരു പേഷ്യൻറ്റിനെ ഒരു ഡോക്ടർക്ക് പിന്നീട് എങ്ങനെ സമാധാനപരമായി അതല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും? അയാൾ എപ്പോഴും എന്നെ ആക്രമിക്കും, അല്ലെ എന്നെ ആക്രമിച്ചാലും അയാൾക്കൊന്നും സംഭവിക്കത്തില്ല എന്നൊരു തോന്നൽ ഡോക്ടർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഡോക്ടർക്ക് ഒരിക്കലും അവരോട് ഒരു ഫുൾ ഫ്ലെഡ്ജായിട്ട് നോക്കാൻ ഒക്കില്ല. പക്ഷെ അവിടെ അത് അങ്ങനെയല്ല. പകരം അവിടെ ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് നിയമത്തിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള ഒരു വിധി, എതിരായിട്ടുള്ള ഒരു ശിക്ഷ ഉണ്ടാകും എന്ന് കണ്ടു കഴിഞ്ഞാൽ നാളെ ഒരാൾ ഈ ഒരു കുറ്റകൃത്യം ചെയ്യാൻ തയ്യാറാകുകയില്ല. ഈ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ ഇനിയും വിചാരണ നടക്കാനുണ്ടല്ലേ? രഞ്ജിത്ത് ശ്രീനിവാസ് കേസിനകത്ത് ആദ്യഘട്ട കുറ്റപത്രത്തിൽ പേര് ചേർക്കപ്പെട്ട 15 പേര്, അതിൽ 12 പേര് ഡയറക്റ്റ് ആക്ഷനകത്തുണ്ടായിരുന്നവരും 3 പേര് ഗൂഢാലോചന അങ്ങനെയുള്ള കാര്യങ്ങൾക്കകത്ത് നേതൃത്വം കൊടുത്തവരുമാണ്. ഇനി അതല്ലാതെ ഇവരെ സഹായിച്ചവരെ ഗൂഢാലോചന പങ്കാളികളായിട്ടുള്ള മറ്റാൾക്കാർ, ഇവരെ എതിരെയുള്ള അന്വേഷണം പൂർത്തിയാക്കി ഒരു അഡീഷണൽ റിപ്പോർട്ട് അടുത്തതായിട്ട് ഉണ്ടാകും. അതിൽ പേര് ചേർക്കപ്പെട്ടിട്ടുള്ള പ്രതികൾ വീണ്ടും ട്രയൽ ഫേസ് ചെയ്യേണ്ടി വരും. അതുപോലെ മറ്റൊരു കാര്യം, ഈ പോക്സോ കേസുകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഭയങ്കരമായി കൂടി വരുന്നുണ്ട്. അപ്പം അതിൽ കുറ്റം ചെയ്തവരുണ്ട്, പക്ഷേ അതിൻ്റെ അപ്പുറത്ത് കുറ്റം ചെയ്യാതെ ആരോപണം വന്നതിന് ശേഷം ഒരാളുടെ ലൈഫൊക്കെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ അടുത്ത കുറച്ച് വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിക്കും അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഈ എല്ലാ നിയമങ്ങളും നമ്മുടെ സമൂഹത്തിലെ പൗരന്മാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്, അവർക്ക് സഹായത്തിന് വേണ്ടിയാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ ചില ആളുകൾ, ബുദ്ധിമാന്മാരായ ക്രിമിനൽ സ്വഭാവമുള്ള ചില ആളുകൾ ഇതിനെ നന്നായി ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അപ്രകാരം നന്നായി ദുരുപയോഗം ചെയ്യപ്പെടുന്ന നിയമങ്ങൾ ഒന്ന് തന്നെയാണ് പോക്സോ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇത്തരം കേസുകൾക്കകത്ത് കൊടുക്കുന്ന ശിക്ഷ വളരെ കർക്കശമായ ശിക്ഷാവിധികളാണ് അവർക്ക് ഉണ്ടാകുന്നത്. എന്നാൽ അതേ സമയത്ത് തന്നെ അപ്പോൾ എന്തുകൂട്ടി അതിജീവത കോടതിയിൽ പറയുന്ന വാക്കുകൾക്ക് മറ്റ് തെളിവുകൾ വേണ്ട എന്നുള്ള ഒരു രീതിയിൽ തന്നെ യഥാർത്ഥത്തിൽ അത് ശരിയായ ഒരു നിയമത്തിൻ്റെ രീതി തന്നെയാണ്. പക്ഷേ അത് വെച്ചുകൊണ്ട് വലിയ ശിക്ഷകൾ നടക്കുമ്പോൾ അതിജീവിതമാർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ പറയുന്നതെല്ലാം സത്യമാണ്, എല്ലാ കേസിലും സത്യമാകണമെന്നുമില്ല. എനിക്ക് ഇതിനകത്തൊരു അനുഭവമുണ്ട്. ഞാൻ കൊട്ടാരക്കര പോക്സോ കോടതിയിൽ ഒരു കേസിൻ്റെ വിചാരണ നടത്തിയിരുന്നു. ഒരു ചെറുപ്പക്കാരൻ, അയാൾ ആ കേസിൽ അതിനകത്ത് പ്രതിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാളുടെ ഭാര്യയും കൂടിയാണ് ആ കേസിൻ്റെ ഫയൽ എന്നെ ഏൽപ്പിക്കാനായിട്ട് എത്തിയത്. പേര് പറയുന്നത് അത് കുഴപ്പമൊന്നുമില്ല. പ്രതിയുടെ പേര് സുധീഷ് എന്ന് പറയുന്ന ഒരാൾ. സുധീഷിൻ്റെ ഭാര്യ കൂടിയാണ് കേസിൻ്റെ ഫയൽ എന്നെ ഏൽപ്പിക്കാനായിട്ട് എത്തിയത്.
അപ്പോൾ സംസാരിച്ച സമയത്ത് ഞാൻ സുധീഷിനോട് ചോദിച്ചു, സുധീഷ് എന്താണ് ഈ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്കിതിനെക്കുറിച്ച് ഒരു ധാരണ പോലും ഇല്ലാത്ത ആളാണ് ഞാൻ. ഈ അതിജീവതയുടെ പിതാവും ഞാനുമായിട്ടുള്ള ചില വ്യക്തിവിരോധത്തിൻ്റെ കാരണം ആണ് ഇപ്രകാരം ഒരു കേസ്. വളവുപച്ച എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനിൽ, കൊല്ലത്തിൻ്റെയും തിരുവനന്തപുരത്തിൻ്റെയും ബോർഡറുള്ള ഒരു പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത കേസാണ്. അയാൾക്ക് എന്നെ ഏത് രീതിയിലും ജയിലിൽ പാർപ്പിക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി ചെയ്തതാണ് എന്നുള്ള തരത്തിലാണ് പ്രതി പറഞ്ഞത്. കുറ്റപത്രത്തിൻ്റെ കോപ്പി കിട്ടി. നമ്മളതിനെക്കുറിച്ച് പരിശോധിച്ച് നമ്മൾ കേസിൻ്റെ മൊത്തം ഫയലുകൾ പരിശോധിച്ചു. അവസാനം കേസിൻ്റെ വിചാരണ നടപടികൾ ആരംഭിച്ചു. അതിജീവതയെ കോടതിയിൽ വിസ്തരിച്ചു. ആ വിസ്തരിക്കുന്ന സമയത്ത് ഇപ്പം പലപ്പോഴും നമുക്ക് കണ്ടുവരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ കോടതി വിസ്തരിക്കുന്ന സമയത്ത് അതിജീവതയോടൊപ്പം അവരുടെ ഒരു അടുത്ത ബന്ധു അല്ലെങ്കിൽ അവർക്കൊരു മാനസികമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്ന ഒരാൾ കോടതി മുറിക്കകത്തുണ്ടാവണം. ഈ കേസിനകത്ത് ഇപ്രകാരം ഈ കുട്ടിയുടെ അമ്മയാണ് സഹായിയായിട്ട് നിന്നിരുന്നത്. അമ്മയും ഈ കേസിൽ സാക്ഷിയാണ്. അപ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കേസെന്ന് പറഞ്ഞാൽ അമ്മയും അച്ഛനും കൂടി പറഞ്ഞ് പ്രേരിപ്പിച്ച് ഇപ്രകാരം ഈ കുട്ടിയെ കൊണ്ടൊരു കേസ് കൊടുപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു ഡിഫൻസ്. അപ്പോൾ ഈ അമ്മയുടെ സാന്നിധ്യത്തിൽ കുട്ടിക്ക് ഒരിക്കലും സത്യം പറയാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു ആശങ്ക ആദ്യം മുതൽ ഞങ്ങൾക്കുണ്ട്. കേസിൻ്റെ ചീഫ് വിസ്താരം ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിയ സമയം ഇങ്ങനെ കേസിൻ്റെ വിസ്താരത്തിൻ്റെ ഘട്ടത്തിൽ ഈ കുട്ടി പലപ്പോഴും ഈ അമ്മയുടെ സാന്നിധ്യം കുട്ടി ഭയക്കുന്നത് പോലെ തോന്നി. അത് കോടതിയിൽ ആ കാര്യം നമ്മൾ കോടതിയെ ധരിപ്പിച്ചു. കോടതി അതിനെക്കുറിച്ച് വളരെ ഗാഢമായ രീതിയിൽ തന്നെ അതിനെ വിശകലനം ചെയ്തു. അവസാനം കോടതി ഈ അമ്മയോട് പുറത്തിറങ്ങാൻ പറഞ്ഞു. പകരം മറ്റൊരാളെ കുട്ടിക്ക് സപ്പോർട്ടിനായിട്ട് കോടതി മുറിക്കകത്ത് നിർത്താൻ കോടതി പറഞ്ഞു. അപ്പോൾ അതിനുശേഷം കോടതി കുട്ടിയെ ഞാൻ ക്രോസ് വിസ്താരം ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നി ചില കാര്യങ്ങൾ കുട്ടിക്ക് പറയാൻ വെമ്പുന്നുണ്ട്. അത് പക്ഷേ മറ്റെന്തൊക്കെയോ പരിമിതികൾ ഉള്ളതുകൊണ്ട് കുട്ടി പറയാതിരിക്കുകയാണ് എന്ന് തോന്നി. കുട്ടിക്ക് വേണ്ടുന്ന എല്ലാ മാനസിക ധൈര്യവും ഡിഫൻസ് ലോയർ എന്ന രീതിയിൽ ഞാൻ കൊടുത്തു. കുഞ്ഞ് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി പറയാൻ തുടങ്ങി. ഓപ്പൺ കോടതിയിൽ കുട്ടി പറഞ്ഞു, എൻ്റെ അച്ഛൻ 2 ലക്ഷം രൂപ അന്നത്തെ അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർക്ക് കൈക്കൂലി കൊടുത്ത് എടുപ്പിച്ച കേസാണിത്. ഒരാളുടെ ലൈഫ് എന്നെ അയാൾ തൊടുക പോലും ചെയ്തിട്ടില്ല. ഇത് ഈ 2 ലക്ഷം രൂപ എൻ്റെ അച്ഛൻ കൊടുത്തിട്ട് അയാളോടുള്ള വ്യക്തിവിരോധം കാരണം എടുത്തതാണ്. മാത്രവുമല്ല, ഈ ഒരു സംഭവം ഇതിങ്ങനെ ചെയ്തില്ലെങ്കിൽ, ഞാൻ ഇതുപോലെ മൊഴി കൊടുത്തിട്ടില്ലെങ്കിൽ എന്നെ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യുകയും വീട്ടിൽ നിന്ന് പുറത്താക്കുക പോലും ചെയ്യും എന്നുള്ള അവസ്ഥയിലേക്ക് എൻ്റെ വീട്ടിലെ അവസ്ഥയെത്തിയിട്ടുണ്ടെന്നും കുട്ടി പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതെ, നമുക്ക് വിശ്വസിക്കാൻ നോക്കൂ. അത് കുട്ടിയുടെ അച്ഛനും അമ്മയുമാണ്. അതിനുശേഷം ആ കേസിനകത്ത് പ്രതിയെ വിട്ടു. കോടതി പ്രതിയെ വിട്ടു. പക്ഷെ അതിനകത്ത് ചില കാര്യങ്ങൾ അതിനകത്ത് പിന്നീട് പറയാനുള്ളതുണ്ട്. അതിനുശേഷം ആ കുട്ടിയുടെ വീട്ടിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പിന്നീട് വീണ്ടും ആ കുട്ടിയെ ഒരു ഘട്ടത്തിൽ കൂടി വിസ്തരിക്കേണ്ടെന്നൊരു സാഹചര്യം വന്ന സമയത്ത് കോടതിയിൽ ആ കുട്ടി പറയുന്നുണ്ടായി. ഈ കുട്ടി ഇങ്ങനെയൊക്കെയാണ് കോടതിയിൽ പറഞ്ഞത് എന്നുള്ള കുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പകർപ്പ് പോലീസിൽ അവിടെ എയ്ഡ് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥ തന്നെ അതെടുത്ത് ഈ കുട്ടിയുടെ അച്ഛന് കൊടുത്തു. അച്ഛന് കൊടുത്തപ്പോൾ അച്ഛൻ അത് വായിച്ചു നോക്കി. ഞാൻ പറയുന്നതിന് വിരുദ്ധമായിട്ടാണ് കുട്ടി പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോഴേക്കും വളരെ വയലൻ്റായി. പിന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ്, വളരെ വയലൻ്റായി. കുട്ടിയെ ആക്രമിക്കുന്ന അവസ്ഥയിലേക്കെത്തി, ശരീരം ഉപദ്രവിക്കുന്ന അവസ്ഥയിലേക്കെത്തി. കുട്ടി പോലീസിനെ വിളിപ്പിച്ചു. അവസാനം പോലീസ് വന്നിട്ട് അച്ഛനെ താക്കീത് കൊടുക്കേണ്ടി വന്നു. നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളാവും അടുത്ത പ്രതി എന്നൊക്കെ പറയേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ ഒന്നും അറിയാത്ത കുട്ടികളെ പീഡിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ സെക്ഷുവലായിട്ട് അബ്യൂസ് ചെയ്യപ്പെടുന്നവർ ശിക്ഷിക്കപ്പെടേണ്ടവർ തന്നെയാണ്. ഒരു സംശയമൊക്കെ അടുത്തിനകത്തില്ല. എന്നാൽ അതേ സമയത്ത് തന്നെ ഇത്തരം ശിക്ഷാ നിയമങ്ങൾ പലപ്പോഴും ഒരു ഇരകൾ ആകുന്നവർക്കെല്ലാം ന്യായം കിട്ടും, നിയമം കിട്ടും, പ്രതികൾക്കെല്ലാം ശിക്ഷ ലഭിക്കുമെന്നുള്ളപ്പോൾ
വ്യക്തിപരമായിട്ടുള്ള മുതിർന്നവർ തമ്മിലുള്ള വാശിക്കും വൈരാഗ്യത്തിനും ചില വീടുകളിലെങ്കിലും ചില ആൾക്കാരെങ്കിലും സ്വന്തം മക്കളെ അതിന് കരുവാക്കി തീർക്കുന്ന സാഹചര്യം പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാൻ നടത്തിയൊരു കേസിൻ്റെ ഫലത്തിൽ നിന്നാണ് ഞാനിത് പറഞ്ഞത്. ആ കേസ് ഞാൻ വിസ്തരിച്ച സമയത്ത് എനിക്ക് പൂർണ്ണമായും ബോധ്യം വന്നതാണ്. അത് കോടതിക്കും ബോധ്യം വന്നു. കോടതി അതുകൊണ്ട് തന്നെ പ്രതിയെ വിളിച്ചു. ആ സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ പോക്സോ കേസിന്റെ പരിധിയിൽ വരുന്നത്? എന്ത് തരത്തിലുള്ള അബ്യൂസുകളാണ്? സെക്ഷൽ പോക്സോ കേസിൻ്റെ പരിധിക്കകത്ത് ഒരു പെൺകുട്ടിയെ ശാരീരികമായിട്ട് മാനസികമായിട്ട് ഉണ്ടാകുന്ന സെക്ഷലുള്ള അബ്യൂസും എല്ലാം അതിനകത്ത് വരും. പക്ഷെ പ്രശ്നം അതൊന്നുമല്ല. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 18 വയസ്സെന്നുള്ള ഒരു ഏജ് ലിമിറ്റാണ് അതിനകത്ത് വെച്ചിട്ടുള്ളത്. 18 വയസ്സ് താഴെയുള്ള പെൺകുട്ടികളാകുമ്പോൾ. പക്ഷേ ആ ഒരു ഏജ് ലിമിറ്റ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ഒരു ഏജ് ലിമിറ്റ് മാറ്റേണ്ടതാണ്. കാരണം പണ്ട് കാലത്തെ സമൂഹ വ്യവസ്ഥ അനുസരിച്ചാണ് 18 വയസ്സാകുമ്പോൾ മാത്രമേ ഒരാൾക്ക് അയാൾ മേജർ ആവുകയുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നത്. ഇന്നത്തെ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 18 വയസ്സൊന്നും ആകണ്ട. ഈ സമൂഹത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ 18 വയസ്സെന്നുള്ള കാലഘട്ടമേ അവർക്ക് ഉണ്ടാകേണ്ടതില്ല. ഇപ്പോൾ എൻ്റെയൊക്കെ തലമുറ ഞങ്ങളൊക്കെ മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഞങ്ങൾക്ക് 30 വയസ്സ് 35 വയസ്സൊക്കെ ആയ സമയത്താണ് ഞങ്ങൾ ഈ മൊബൈൽ ഫോണുകളൊക്കെ അതുകൊണ്ട് കാണുവാൻ ഉപയോഗിക്കാൻ തുടങ്ങി. ഇന്നതല്ല, ഇന്ന് കുട്ടികൾ ജനിച്ച് വീഴുന്നത് അവർ മൊബൈൽ ഫോണിൻ്റെ ലോകത്തിലേക്കാണ്. ലോകം ഒരു വിരൽത്തുമ്പിലെന്ന് പറയുന്നതിൻ്റെ കൂട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താണ് അവർ ഓരോന്നും ഏറ്റവും തുടക്കം മുതൽ തന്നെ കണ്ടെത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അറിവിൻ്റെ കാര്യത്തിൽ ഇപ്പോഴത്തെ തലമുറ മുൻ തലമുറയെ അപേക്ഷിച്ച് വളരെയേറെ മുമ്പിലാണ്, അഡ്വാൻസ്ഡ് ആണ്. അറിവ് ഗ്രാഹിക്കാനുള്ള മാർഗങ്ങൾ നേടുന്നതിനകത്തും അവർ വളരെ മിടുക്കന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് 18 വയസ്സായി കഴിഞ്ഞാൽ മാത്രമേ ഈ തരത്തിലുള്ള ഒരു അവർ മേജർ ആവുകയുള്ളൂ, അല്ലെങ്കിൽ മാനസികമായിട്ട് അവർക്കൊരു അറിവ് ലഭിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ള അത് മാറ്റേണ്ടതാണ്. അത് മാറി ആ പ്രായം കുറച്ചുകൂടെ താഴേക്ക് മാറ്റി എങ്കിൽ മാത്രമേ ഈ കേസിനകത്ത് കുറച്ചുകൂടെ ഒക്കെ ഉണ്ടാകത്തുള്ളൂ. കാരണം പലപ്പോഴും പോക്സോ കേസുകൾക്കകത്ത് വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ ഇഷ്ടത്തിലായി അവരൊരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു. സപ്പോസ് ഞാനൊരു ഉദാഹരണമായിട്ട് പറയാം. ഒരു 16 വയസ്സുള്ള ഒരു 17 വയസ്സുള്ള ഒരു പെൺകുട്ടി അയാൾക്ക് ഇഷ്ടപ്പെട്ട വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ മറ്റൊരു പുരുഷനുമായിട്ട് ഇഷ്ടപ്പെടുന്നു, അയാളെ കാണുന്നു, അയാളോട് ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നു. ആ ചെറുപ്പക്കാരനോട്ട് അവർ പോയി ജീവിക്കുന്നു. പെൺകുട്ടിയുടെ വീട്ടുകാർ കൊണ്ടുവന്നൊരു പരാതി കൊടുക്കുന്നു. സ്വതന്ത്രപ്രകാരം പോയതാണ്, അത് കടത്തിക്കൊണ്ട് പോകുന്നൊന്നുമല്ല. പക്ഷേ ഈ പെൺകുട്ടിക്ക് 17 വയസ്സേ ഉള്ളൂ എന്നുള്ള കാരണത്താൽ ബലാത്സംഗ കേസിന് ഉൾപ്പെടെ പോക്സോ കേസുകൾക്കകത്ത് പ്രതിയായി ഈ കാമുകൻ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ലവർ എന്ന് പറയപ്പെടുന്ന ആൾ ജയിലിൽ പോവുകയാണ്. അവർക്കൊരു കുട്ടി ഉണ്ടായെന്നിരിക്കട്ടെ, ഒരിക്കലും പിന്നീട് അയാൾക്ക് അതിൽ നിന്ന് ഒരാളൊക്കെ, കാരണം DNA ടെസ്റ്റിലകത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇതെല്ലാം പ്രൂവ് ചെയ്യപ്പെട്ടു, നേരെ ജയിലിലേക്ക് പോകുക എന്നുള്ള മറ്റു മാർഗ്ഗമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഏജ് ലിമിറ്റ് നമ്മുടെ കുട്ടികൾക്ക് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കുന്ന പ്രായം 18 വയസ്സല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. കുറച്ചും കൂടെ താഴേക്ക് മാറ്റി ഒരു 15-16 വയസ്സിലേക്കൊക്കെ എത്തിച്ചില്ലെങ്കിൽ ഈ പറയുന്ന ഇന്നത്തെ കാലത്തെ പുതിയ ജെൻസി എന്നൊക്കെ പറയുന്ന ജനറേഷനിൽ അവരുടെ ഒരു ഫ്രീ ലൈഫിനെ പോലും ഇതൊന്നും ഫ്രീ ലൈഫ് എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ തെറ്റായ അർത്ഥത്തിൽ എടുക്കേണ്ടതില്ല. പക്ഷേ അവർക്ക് യുക്തമെന്ന് തോന്നുന്ന തരത്തിലുള്ള അവരുടെ ജീവിത രീതിയിലേക്ക് അവർ പോകുമ്പോൾ പലപ്പോഴും അതിന് സഫർ ചെയ്യേണ്ടി വരുന്ന ആൺകുട്ടികളാണ്. ആ ആൺകുട്ടികൾ പലതും കോടതി വരാന്തകളിൽ കയറി ഇറങ്ങി നടന്ന് അവരുടെ ജീവിതത്തിൻ്റെ നല്ല സമയം മൊത്തം ജയിലറുകൾക്കുള്ളിൽ അടച്ചിടുകയാണ്. ഞാനത് പറയാൻ കാരണം വെച്ചാൽ മറ്റ് കേസുകൾക്കകത്ത് ഹെയർ സ്പ്ലിറ്റിംഗ് എവിഡൻസ്, മുടിനാരയുടെ കയറിയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂഷൻ കേസ് തെളിയിച്ച് പ്രതിയെ ശിക്ഷിപ്പിക്കേണ്ടത്. പക്ഷെ പോക്സോ കേസുകൾക്കകത്ത് അങ്ങനെയൊന്നുമില്ല. ഈ പറയുന്ന തരത്തിലൊരു പെൺകുട്ടി കോടതിയിൽ കയറി തന്നെ മറ്റൊരു പുരുഷൻ ലൈംഗികപരമായി ഉപദ്രവിച്ചു എന്നുള്ള തലത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അതിനൊരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ളൊരു മെഡിക്കൽ എവിഡൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ അതൊക്കെ മതി. അതല്ലാതെ അതിന് വേറെ എവിഡൻസ് ഒന്നും വേണ്ട. നിയമത്തിനകത്ത് നിയമം എഴുതി വെച്ചവരത് മറ്റൊരു എവിഡൻസ് വേണ്ട എന്ന് വെച്ചതും കൃത്യമായ ഉദ്ദേശത്തോടു കൂടി തന്നെ. ഇതിനൊന്നും ഡയറക്റ്റും സ്വതന്ത്ര സാക്ഷികളൊന്നും കിട്ടുകയില്ലെന്ന് അവർക്കറിയാം. എങ്കിൽ പോലും ഇതുകൊണ്ട് ഒരു പുരുഷനെ സംബന്ധിച്ച് ഒരു ആൺകുട്ടിയെ പുരുഷനെന്ന് ഞാൻ പറഞ്ഞു, ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചോളം അവൻ്റെ ലൈഫ് പോവുകയാണ്. എത്ര വർഷം വരെ ശിക്ഷ ലഭിക്കും? നല്ല ശിക്ഷകളല്ല ലഭിക്കും. ഇപ്പം കാണാറില്ല 20 വർഷം തൊട്ടൊക്കെയുള്ള ശിക്ഷകൾ, ചിലർക്ക് 140 വർഷം 160 വർഷം എന്നൊക്കെ കാണാറില്ല പല കൗണ്ടുകളിലായിട്ടുള്ളത്. എന്താണ് ഒരു ലിമിറ്റുമില്ലാതെ. ഈ അടുത്തിടയ്ക്ക് എൻ്റെ അടുത്ത സുഹൃത്തായ ഒരു ജഡ്ജ് എന്നോട് പറഞ്ഞാണ്, നമുക്കെന്ത് ചെയ്യാൻ നോക്കും, നിയമത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ശിക്ഷയല്ലേ കൊടുക്കാൻ നോക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ കുറ്റകൃത്യം എന്താണ്? കൊലപാതകമാണ് അല്ലേ? കൊലപാതക കുറ്റമാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ കുറ്റമായിട്ട് സാധാരണ ജനങ്ങളെല്ലാം കാണുന്നത്. രാജ്യദ്രോഹം പോലെയുള്ള കുറ്റങ്ങൾ വരെ ഉണ്ട്. ഇപ്പോൾ ഞാൻ പറയാം. അപ്പോൾ അതിനകത്തൊക്കെ ആണെങ്കിൽ ശരി, ലൈഫ് ഇംപ്രിസൺമെൻറ്റ്
എന്നുള്ള തരത്തിൽ അതോടുകൂടി അത് ആ ലൈഫ് ഇംപ്രസൺമെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഡെത്തിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ പ്രോസിക്യൂഷന് മുഴുവൻ സാക്ഷികളെയും എവിഡൻസ് കൃത്യമായ രീതിയിൽ കൊണ്ടുവന്ന് പ്രതി അല്ലാതെ മറ്റാരും ഈ കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്നുള്ള പോയിന്റിലേക്ക് തെളിയിക്കപ്പെടുമ്പോഴൊക്കെയാണ് അത് വരുന്നത്. പോക്സോ കേസുകൾക്കകത്ത് അങ്ങനൊന്നുമില്ല. പോക്സോ കേസുകൾക്കകത്ത് എന്താണ്, അതിജീവിത കയറി മൊഴി കൊടുക്കുന്നു, അപ്പോൾ ഒരു എവിഡൻസും ഉണ്ട്, പ്രതിയെ ഉടനെ ചിലതിനകത്തൊക്കെ 170 വർഷമൊക്കെ ശിക്ഷിച്ചു എന്നൊക്കെ നമ്മൾ കാണുമ്പം എന്താണിത്? അത് നിയമത്തിൻ്റെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകർ ഉൾപ്പെടുന്ന ലെജിസ്ലേച്ചേഴ്സ് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഗൗരവത്തെ അവർ ചിന്തിക്കേണ്ടതാണ്. കാരണം ഇതിൻ്റെ ഈ ഏജ് ലിമിറ്റ് മാറ്റേണ്ടതാണ്. പല കോടതി വിധികളുമുണ്ട് ഈ പ്രായം ഒന്നുകൂടി പുനർവിചിന്തനം ചെയ്യേണ്ടതല്ലേ എന്നുള്ള കാര്യത്തിനകത്ത് ഇതിലേക്ക് കൊടുക്കുന്ന എവിഡൻസുകളെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യങ്ങൾ അതും എടുക്കേണ്ടത്, മൊഴി മാത്രം എടുത്തിട്ട് അത് എത്രത്തോളമാണെന്നുള്ളത്. ഇപ്പം വലിയ കണ്ടമാന ശിക്ഷയാണ് വരുന്നത്. അപ്പം ഞങ്ങളൊക്കെ പറയാറുണ്ട് ഈ പോക്സോ കേസുകളാണ് എന്നുണ്ട് കഴിഞ്ഞാൽ ഡിഫൻസിന് വലിയ റോളൊന്നുമില്ല എന്ന് പലപ്പോഴും പറയാറുണ്ട്. കാരണം സാക്ഷി കയറി അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട, ശിക്ഷിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. നമ്മൾ ജഡ്ജസിന് ഒരിക്കലും കുറ്റം പറയില്ല കേട്ടോ. അവരുടെ മുമ്പിലുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ശിക്ഷിക്കപ്പെടുന്നത്. ആ നിയമം എഴുതി വെച്ചപ്പോൾ, നിയമം ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായ കുഴപ്പങ്ങളാണ് അതെല്ലാം. അതല്ലെങ്കിൽ ആ നിയമത്തിൻ്റെ സഹായം തേടുന്ന ആളുകൾ അല്ലെങ്കിൽ പോലീസ്, അല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടത്തി വേണം. പക്ഷെ ഇവിടെ പോലീസിൻ്റെയും ചില മൂക്കേറുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു അതിജീവിതം നൽകുന്ന മൊഴി അടിസ്ഥാനത്തിൽ കേസെടുത്തില്ലെങ്കിൽ പോലീസിനാണ് പിന്നീട് തലവേദന വരുന്നത്, പോലീസിനെതിരെ തിരിയും. അപ്പോൾ സ്വാഭാവികമായി അവരെന്ത് ചെയ്യും? അവരോട് തന്നെ അത് കേസാക്കി എടുക്കാൻ അവർ നോക്കും, അവർ ആ കോടതി തീരുമാനിച്ചോട്ടെ എന്ന് പറയും. അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണ ആൾക്കാരില്ല. അപ്പോൾ എന്തായാലും സാർ ഒരുപാട് സന്തോഷം, ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ടൈം സ്പെൻഡ് ചെയ്തതിൽ. താങ്ക് യു സോ മച്ച്. തീർച്ചയായും, താങ്ക് യു.